ജോയിസിജുവ പരിശുദ്ധ ഗീവർഗീസ് ബാബ 9 പുസ്തകം രചിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ പുസ്തകം രഹസ്യ പ്രാർത്ഥനകൾ 1900 പ്രസിദ്ധീകരിച്ചത്. അത് ജോയിസ് സോഫിയ ബുക്സ് വഴിയാണ് പ്രസിദ്ധീകരിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഈ പുസ്തകം എഴുതി സന്തോഷം, ഇതിവിടെ ഇരിക്കട്ടെ, ഇത് കൂട്ടണ്ട, ഇത് ബാബാതിരുമേനിയുടെ കുറിപ്പുകളാണ്. മറ്റേ 9 പുസ്തകവും ഒന്നിച്ചു ചേർത്ത് ഒരു സമാഹാരമാക്കാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ ഇയാൾ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ പണം വേണം. പണം ഒരു പ്രശ്നമല്ല, ഞാൻ തരണ്ട, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 9 പുസ്തകവും രഹസ്യ പ്രാർത്ഥനകളും ഇപ്പോൾ വായിച്ചു കേട്ട് 9 പുസ്തകങ്ങളും കൂടെ അടുത്ത പ്രാവശ്യം പറ്റുമോ? അടുത്ത വർഷത്തെ പെരുന്നാളിന് കൂടെ വെച്ച് അത് പ്രസിദ്ധീകരിക്കണം. പൈസ ഇല്ലെങ്കിൽ അങ്ങനെയാണ്. കുറിച്ച് പള്ളിക്കാർ തരുമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയത്. അപ്പം ഞാൻ തരുന്നത് കുറിച്ച് പള്ളിക്കാർ തന്നില്ലെങ്കിൽ വേറെ ആരുടെ ഒന്നും വാങ്ങിക്കരുത്. കുറിച്ച് പള്ളിക്കാർ തരണം. അഥവാ തന്നില്ലെങ്കിൽ എന്നോട് പറയണം, ഞാൻ തരും. വളരെ സന്തോഷത്തോടെ. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോവുക. ഞാൻ പറയാൻ കാരണമുണ്ട്. എന്താണെന്നറിയാമോ? 9 പുസ്തകം എഴുതി ഒരു കുട്ടി എന്നോട് ചോദിച്ചു, കുറിച്ച് ബാബയെക്കുറിച്ച് പ്രസംഗിക്കാൻ പോവുക, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേര് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്കത്ര പുസ്തകങ്ങൾ അറിയാം? ആ പുസ്തകങ്ങൾ പറയാൻ 2 or 3 അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ജോയിസിൻ്റെ രഹസ്യ പ്രാർത്ഥനകൾ എന്ന പുസ്തകത്തിൻ്റെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോളെ അന്ന് 7 ഉണ്ടായിരുന്നു അതിനകത്ത്, അത് 9 ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ പുസ്തകത്തിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു. അവൾ പോയി പ്രസംഗിച്ചപ്പം ഇവിടെയാണോ പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയില്ല. ആ പുസ്തകത്തിൻ്റെ പേരെല്ലാം പറഞ്ഞു. കേട്ടവർക്കെല്ലാം വലിയ അത്ഭുതമായി. 9 പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. അത് ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ചരിത്രത്തിൽ ഒരു സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ഓർക്കുന്നതിന് ഒരു വലിയ കാര്യമാണ്. ഈ പള്ളിക്ക് അത് അനുഗ്രഹമാണ്. സഭയുടെ ചരിത്രത്തിന് അതൊരു മുതൽക്കൂട്ടാണ്. ഈ പ്രസ്താവനകളോട് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ എൻ്റെ മുറിയിൽ, ഞാൻ കിടക്കാൻ ഉദ്ദേശിച്ച മുറിയിൽ അച്ഛൻ വെച്ചിരുന്നു. അത് മൊത്തത്തിലൊന്ന് ഓടിച്ച് വായിക്കുകയുണ്ടായി. ഈ പുസ്തകം തീർച്ചയായിട്ടും അമൂല്യമായ ഒരു ചരിത്ര രേഖയായി ഞാൻ കാണുകയാണ്. തിരുസന്നിധിയിൽ എന്ന പുസ്തകം പരിശുദ്ധ ഗീവർഗീസ് ബാബയുടെ ഡയറി കുറിപ്പുകളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകളും മറ്റ് ചില രേഖകളും കൂടെ സമാഹരിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ് ഇത്. സ്തുത്യർഹമായ ഒരു സേവനമാണ്. ഒത്തിരി അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് പകർത്തി എഴുതണം. ആ പകർത്തി എഴുതിയത് അക്ഷരശുദ്ധി വരുത്തി ശോധന ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് പ്രസിദ്ധീകരിക്കണം. ഇത് ഓരോ അക്ഷരവും പ്രൂഫ് നോക്കണം. ഇതെല്ലാം ജോയിസിൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ളതാണ്. സുത്യർഹമായ ഈ സേവനം വളരെ സന്തോഷത്തോടുകൂടെ സഭ ഇത് സ്വീകരിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യമായി ആർക്കാണ് ലക്ഷ്യം അങ്ങോട്ട് നോക്കുന്നുണ്ട്. വളരെ സന്തോഷം.